ഒരു സമൂഹത്തിൽ കുടുംബത്തിലേറ്റവുമധികം ദുഃഖവും തകർച്ചയും ഉണ്ടാക്കുന്നതാണ് ആ കുടുംബത്തിലെ ഒരംഗത്തിന്റെ മരണം. അവർ സ്നേഹിച്ചിരുന്ന അവരുടെ എല്ലാമായ ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ദുഃഖം വർദ്ധിക്കും. സമൂഹത്തിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും. സമൂഹം ഒന്നാകെ സ്നേഹിച്ചിരുന്ന ഒരാളുടെ മരണമാകുമ്പോൾ അതിൽ ദുഃഖിക്കുന്നവർ ഏറെ പേരുണ്ടാകും. എന്നാൽ ഇന്നത്തെ കാലത്ത് ചിലരുടെ കണ്ണിൽ അതുപോലും സോഷ്യൽ മീഡിയയുടെ കണ്ടന്റ് അവസരമായി മാറുകയാണ്. സമീപകാലത്ത് കലാഭവൻ നവാസ് മരിച്ചപ്പോഴും പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ചപ്പോഴും VS അച്യുതാനന്ദൻ മരിച്ചപ്പോഴും നമ്മൾ കണ്ടു. മരിച്ചയാളുടെ ബന്ധുക്കളുടെ ദുഃഖത്തെയും വിഷമതകളെയും അവഗണിച്ച് മരണവീടുകളിൽ എത്തുന്ന സെലിബ്രിറ്റികളോടൊപ്പം സെൽഫി എടുക്കാൻ കാത്തുനിൽക്കുന്ന ചിലരെ. ഇവർ മരിച്ചയാളെ കാണാനോ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ എത്തിയവരായിരുന്നില്ല. ഇവരുടെ ആവശ്യം അവിടെ എത്തുന്ന സിനിമാ നടന്മാരെയും നടിമാരെയും കാണുക, കഴിയുമെങ്കിൽ അവർക്കൊപ്പം സെൽഫി എടുക്കുക എന്നതായിരുന്നു. മരണം, അനുശോചനം, വേദന, ഇതിനെല്ലാം മുകളിൽ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ലഭിക്കണമെന്ന ആഗ്രഹം കടന്നുവരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ മറ്റൊരാളുടെ ദുഃഖത്തിനിടയിൽ പോലും ഫോണിലെ ക്യാമറയുമായി ഇവർ മുന്നോട്ടു പോകുന്നു. ഇത് വെറും ഒരാളുടെ പെരുമാറ്റ പ്രശ്നമല്ല, നമ്മെ മുഴുവൻ ബാധിച്ച സാമൂഹിക മനോഭാവമാണ്. സോഷ്യൽ മീഡിയയിൽ അംഗീകാരം നേടാനുള്ള ആവശ്യം മരണം പോലുള്ള ഗൗരവമുള്ള സമയത്തും നമ്മെ വിട്ടൊഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മരണവീടുകളിൽ പോകുന്നത് ആദരവും അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിക്കലാണ് ലക്ഷ്യം. അത് കണ്ടന്റ് അവസരമാക്കിയാൽ നമ്മൾ സ്വന്തം മനുഷ്യത്വത്തെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ക്യാമറയിലൂടെ പിടിക്കാൻ വേണ്ടാത്തവയാണ്. ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിക്കാം, മറ്റുള്ളവരുടെ വേദനയിൽ ആദരവോടെ പങ്കുചേരാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ.